ആശംസ അർപ്പിച്ചുകൊണ്ട് അഭിവന്ദരായ അഡ്വക്കേറ്റ് എം ഉമ്മർ MLA നമ്മെ അഭിസംബോധന ചെയ്യുന്നു. 5 മിനിറ്റ് നേരം അദ്ദേഹം നമ്മളോട് സംവദിക്കും. മുസ്ലിം ലീഗിന്റെ MLA-മാർ കൂട്ടമായി സമ്മേളനം ബഹിഷ്കരിക്കുന്നു എന്ന് വാർത്ത എഴുതിയ സിറാജ് പത്രക്കാരൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നതായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലുള്ള സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരന്മാരെ, ഈ മഹത്തായ സമ്മേളനത്തെ അഭിസംബോധന അവസരം ചെയ്യുവാൻ അവസരം തന്ന സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ ഈ സമ്മേളനങ്ങൾ പങ്കെടുക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടിയല്ല. പ്രസംഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമസ്തയോടൊപ്പം നിന്ന് സമസ്തയുടെ പ്രവർത്തകന്മാരായി പ്രവർത്തിക്കുകയും MLA-മാരാകുമ്പോഴും അല്ലാത്തപ്പോഴും സമസ്തയുടെ ഒരു ഭാഗമായി അതിന്റെ തണലിൽ വളർന്നു വന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് സമ്മേളനത്തിൽ പ്രസംഗിക്കണമെന്നോ അതല്ലെങ്കിൽ അതിന്റെ വേദികളിൽ ഇരിക്കണമെന്നോ എന്നുള്ളതൊന്നും ഒരു പ്രസക്തിയേ ഇല്ല. ഈ സമ്മേളനങ്ങൾ കേരളത്തിന്റെ ഏത് കരയിലുണ്ടെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ അവിടെ ഓടിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മഹത്തായ സമ്മേളനം ഒരു ചരിത്ര സംഭവമായി മാറ്റട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സർവ്വവിധ വിജയങ്ങളും സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. PK ബഷീർ MLA സദസ്സിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യായ ആലിക്കുട്ടി മുസ്ലിയാർ അവറുകളെ, ഹമീദ് അലി തങ്ങളവറുകളെ, വേദിയിലിരിക്കുന്ന ഉലാമാക്കളെ, പണ്ഡിതന്മാരെ, എന്റെ സഹപ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അരീക്കോട് വെച്ച് ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഉള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നു. അന്ന് ബഹുമാനായ റഹ്മാൻ വൈസിനോട് പറഞ്ഞു, നിങ്ങൾ വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ ആലപ്പുഴ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആലപ്പുഴ വന്നത്. കാസർഗോഡ് മുതൽ മലബാറിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി നടന്ന് ഇനി അത് തെക്കൻ തിരുവിതാംകൂറിലേക്ക് അത് കൊണ്ടുവരാനും അതിന്റെ പ്രചരണത്തിന് ഒരു നല്ലൊരു തുടക്കം കുറിക്കാനും തീരുമാനിച്ച അതിന്റെ എല്ലാ പണ്ഡിതന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇന്നങ്ങനെ തോന്നുമ്പോ നിങ്ങൾക്ക് തോന്നും ഇപ്പം മറ്റതല്ലേ എന്നല്ലേ. പക്ഷെ എന്റെ വാപ്പ മറ്റേ കൊണ്ടോട്ടിയിൽ സ്ഥാനാർത്ഥിയാണ് കാലത്ത്, അന്ന് കണ്യത്ത് ഉസ്താദിന്റെ അന്ന് മറ്റേ നോമിനേഷൻ കൊടുക്കാൻ 250 രൂപ അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെയൊക്കെ കഴിഞ്ഞ് പാണക്കാടൊക്കെ പോയിട്ട് വന്നിട്ടാ പോലെ. മാനൂസിലിയാർ 991 ജീവിപ്പായപ്പം അവിടെ പുതിയ വീടിൽ താമസം മാറ്റുമ്പോൾ അത് പിറ്റേന്നാ വന്നത്. അപ്പൊ ബാപ്പ നിങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മങ്കൂസ് മോരു നടത്താനിയാ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴും ആപ്പാന്റെ കൂടെ നിന്നത് സമസ്തയുടെ ആളുകളാണ് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എന്തും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സമുദായത്തിനും ഒക്കെ താങ്ങും തണലുമായി നിന്നത് സമസ്തയാണെന്നുള്ള ബോധം ഞങ്ങൾക്കൊക്കെ നന്നായി ഉണ്ട്. അത് എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിനും എന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അഡ്വക്കേറ്റ് KN ഖാദർ MLA സദസ്സിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ MLA-മാരെ,
നല്ലവരായ സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുന്നതിന് എന്നെ ക്ഷണിച്ചിരുന്നു. ആ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുന്നതിന് പകരം ഞങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്ന വഴി ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്ന് മടങ്ങിപ്പോകാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതൻ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഇപ്പോഴും ആ സെമിനാറിന് നിൽക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര പുറപ്പെട്ട സാഹചര്യത്തിൽ അതിന് നിൽക്കാൻ കഴിയാതെ വന്നതിൽ ഞാൻ എൻ്റെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് അതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എൻ്റെ അഭാവം കാര്യമാക്കാനില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ 90ാം വാർഷികം ഇത്ര ഭംഗിയായി, ഇത്ര ആസൂത്രിതമായി, ശാസ്ത്രീയമായി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകരെയും ഞാൻ ആത്മാർത്ഥമായി ആദ്യമേ അഭിനന്ദിക്കുകയാണ്. മദ്രസ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇന്ന് പടർന്ന് പന്തലിക്കുകയും കേരളത്തിൽ സവിശേഷമായും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും മുസ്ലിം സമൂഹത്തിലും ജ്ഞാനത്തിൻ്റെ ഒരു പ്രകാശഗോപുരമായി ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് മദ്രസ വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്ന് എനിക്കറിയാം. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനേക്കാളും വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ സംവിധാനത്തെക്കാളും എത്രയോ വ്യാപ്തിയും ആഴവുമുള്ളൊരു മഹാപ്രസ്ഥാനമായി ഇത് മാറിക്കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരായ ആളുകളെ ശുദ്ധീകരിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് സ്ഥാനമുണ്ടാക്കുന്നതിനും അവരുടെ ഭൗതിക ജീവിതത്തിൽ ഒരു ദിശാബോധം നൽകുന്നതിനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കുറച്ചു കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പുതിയ പ്രസ്ഥാനങ്ങളിലും അകപ്പെട്ടു പോയിട്ടുള്ളവർ പോലും പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സമസ്തയുടെ മദ്രസകളിൽ പഠിച്ചിട്ടുള്ളവരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഒരുപാട് ഈ വൈകിയ വേളയിൽ പറയണം എന്നാഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ വെല്ലുവിളികളെ നേരിടുന്നതിനും ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും സാധിക്കത്തക്ക രീതിയിൽ സമസ്തയും അതിൻ്റെ ബഹുജന സംഘടനകളും അതിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംവിധാനവുമെല്ലാം വളർന്നു കഴിഞ്ഞു. ഇത് വളരെ അഭിമാനകരമായ, സന്തോഷകരമായൊരു കാര്യമാണ്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ സാമാജികന്മാരെല്ലാം ഈ സമ്മേളനം ബഹിഷ്കരിക്കുമെന്നൊരു പത്രത്തിൽ വാർത്ത വന്നിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടത്. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ നേരത്തെ വരുമായിരുന്നു എന്ന് പറയാനാണ്. അങ്ങനൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ രാവിലെ തന്നെ ബഡ്ജറ്റ് ബഹിഷ്കരിച്ച് ഇങ്ങോട്ട് പോരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനൊരു അവസരം വരുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി, ഞങ്ങൾ ആ സമയത്ത് പറന്നെത്തും എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബഹുസ്വരതയും മതേതരത്വവുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഏക സിവിൽ കോഡിനു വേണ്ടി